അമ്മ എങ്ങനെ ഈ കുടിയേറി പാർക്കുക, കുടിയേറ്റക്കാർ കുടിയേറി വന്ന മലബാറിലെന്നൊക്കെ എല്ലാവരും പറയില്ലേ? എന്തായിരുന്നു ഈ കുടിയേറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെവിടെയായിരുന്നു ആദ്യം? ജനനം എവിടെയാ? ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി എവിടെ? മണിമല. ഓ, മണിമലക്കാരിയാ. എന്നിട്ട് എവിടെ അമ്മയും അമ്മയുടെ കുടുംബവും കൂടെ എങ്ങനെയാണ് വന്നേ? മലബാറിലേക്ക് കയറിയോ? അതെങ്ങനെ കയറി? എന്തിനാ വന്നേ? ഇപ്പോൾ നാട്ടിലെ വിറ്റേച്ച് ഇങ്ങനെ ദൂരോട്ട് പോയാൽ സ്ഥലം കൂടുതൽ കിട്ടും. ജീവിക്കാം. അപ്പോൾ നിങ്ങളുടെ ദുബായ് ആയിരുന്നോ മലബാർ? സ്ഥലം വിട്ടു ഇവിടെ വന്ന് കപ്പയും പിന്നെ എന്നായിരുന്നു കൃഷിയൊക്കെ? വിറ്റ് നെല്ല് വിതയ്ക്കും, കപ്പയിടും, പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ പഞ്ഞമില്ലാതെ കഴിഞ്ഞു. അവിടെ വെച്ചായിരുന്നോ കല്യാണം? എത്രാമത്തെ വയസ്സിലാണ് 17. മലബാർ കയറിയെന്ന് പറഞ്ഞാൽ ആദ്യം എങ്ങോട്ടാ വന്നേ? തിരുവാമ്പാടി. തിരുവമ്പാടിയിലേക്ക് എങ്ങനെ വന്നത്? അന്ന് ബസ്സൊക്കെ ഉണ്ടായിരുന്നോ? ബസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും ഒരു വയസ്സിന് തിരുവാമ്പാടി നിന്ന് എങ്ങനെയോ കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്നിട്ട് അല്ല, മണിമലയിൽ നിന്ന് എങ്ങനെയാ വന്നേ? അവിടുന്ന് ബോട്ട് കയറി ചങ്ങനാശ്ശേരി വന്ന് ബോട്ട് കയറി എറണാകുളത്ത് ഇറങ്ങി. എറണാകുളത്ത് നിന്ന് ഒരു തരം ബസ്സുകൾ വന്ന് കോഴിക്കോട് വന്ന് ഇറക്കിപ്പിടിച്ചാൽ ഈ മനുഷ്യർ വലിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ചാവണ്ടിയോ അതാണ്ട് ഒരു വണ്ടിയോ ഇങ്ങനത്തെ കയറ്റി ഒരാളൊക്കെ കയറും, ഒരാളെ കയറ്റി ഇരുത്തി വലിച്ചുകൊണ്ട് പോകും മനുഷ്യൻ. അങ്ങനെ വലിച്ചുകൊണ്ട് പോയപ്പോൾ വണ്ടിയിട്ട് കാലേ കൂടെ കയറി. അത് ശരി. ചക്രമൊന്നുമില്ല വണ്ടിക്ക്? ഒരു ചക്രം. എന്നിട്ട് അന്നേരം അമ്മയ്ക്ക് എത്ര വയസ്സാ? അന്ന് 7 വയസ്സുള്ളൂ. 7 വയസ്സ്. ഇപ്പം എത്ര വയസ്സാ? 94. 94. അത് കഴിഞ്ഞിട്ട് 7 വയസ്സിൽ അമ്മ തിരുവമ്പാടിയിലെത്തിയോ? തിരുവമ്പാടിയിലെത്തിയിട്ട് കൃഷി പിന്നെ അങ്ങനെ പഠിക്കാൻ പോയോ? പള്ളിക്കൂടവും സാറന്മാരും ഒന്നുമില്ല. പിന്നെ നാട്ടിൽ ചെന്നൊരു നായർ ആശാനെ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ നിലത്തെഴുത്ത് പഠിപ്പിച്ചു. എത്ര വരെ പഠിച്ചു? 5 വരെ. നിലത്തെഴുത്ത് എഴുതി ആയും കായ്ക്കായും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ 1-ാം പാഠം പഠിക്കും. 1-ാം പാഠം 1 വർഷം വായിച്ച് പഠിക്കും. പിന്നെ 1 വർഷം കഴിയുമ്പോൾ 2-ാം പാഠം പഠിക്കും. 2-ാം പാഠം വായിച്ച് പഠിച്ചു. 3-ാം പാഠം, 4-ാം പാഠം, 5-ാം പാഠം വരെ പഠിച്ചു. ആശാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആശാൻ പഠിപ്പിക്കുന്ന ആശാന് എങ്ങനെയാ? നിങ്ങളെയൊക്കെ അടുത്തറിയുന്ന ആളായിരുന്നോ? അതെയോ? ഒരു 10-40 വയസ്സുള്ള. അപ്പം 5 വരെ പഠിച്ചിട്ട് പിന്നെ പോകാതിരുന്ന എന്നാ? പിന്നെ അന്നേരം വീട്ടിൽ നിന്ന് പോകാനൊത്തില്ല, പോയില്ല. ഇതിലെ കൂടെ ആയിരുന്നു പോകലൊക്കെ? നടന്നാ പോയിക്കൊണ്ടിരുന്നേ? അയ്യോ, കാട്ടിക്കൂടെ അന്ന് 2 വശവും കാട്, പന്നിയൊക്കെ മുറമെന്ന് കേൾക്കാം. അന്നത്തെ ഇടിയും മഴയും മിനുമിനാന്നുള്ള ഇടിമിന്നലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നു. ഇടിമിന്നലിൻ്റെ ഇടയിൽ. എന്നിട്ട് ഇതിലൂടെ പാമ്പൊഴിഞ്ഞാൻ പറയാം? പാമ്പൊഴിഞ്ഞാൻ പറയൊക്കെ കടന്നു പോകണമായിരുന്നോ? അങ്ങനെ തിരുവമ്പാടിയിൽ 3 മൈലും കണ്ട് നടക്കണമെന്നൊക്കെ പറയുന്നതാകാം. അങ്ങനെയായാലും ഒരു തൊപ്പിക്കൊടി, പാളക്കകത്ത് ചോറും ഒക്കെ ആയിട്ട് പോകും. ഉടുക്കുന്ന ഡ്രസ്സൊക്കെ പണിക്കുറിയാണ്ട് തോർത്തേ കൊടുക്കുള്ളൂ, ഉടുപ്പൊന്നുമില്ല. തൊപ്പിക്കൊട. ഞാനും അനിയത്തി അവളെ ഒരരി നിർത്തും. എൻ്റെ തലയിൽ തൊപ്പിക്കൊട, ഈ വശത്ത് പുസ്തകം, ഈ വശത്ത് അവളെ. അങ്ങനെ ഞങ്ങൾ പോരും. ഞങ്ങളെ ഇട്ട് ചൂടും മിടുക്കുള്ള പിള്ളേരൊക്കെ മിന്നലെ. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കാവും? പേടിയാവില്ല? പിന്നെ പേടിയൊന്നും അറിയത്തില്ല. ഇതുവരെ ഒരു അപകടമൊന്നും പറ്റിയില്ല അല്ലേ? ഈ മൃഗങ്ങളൊന്നും ശല്യപ്പെടുത്തിയിട്ടില്ല? അപ്പോൾ ഈ ആദ്യം വന്നപ്പോൾ കാടായിരുന്നോ? കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടാ ഇങ്ങനെ കൃഷി എന്നൊക്കെ പറഞ്ഞതൊക്കെയോ? അതെങ്ങനെ? ഈ ഇളമ്പക്കാടേ ഉള്ളൂ വഴികൾ. ഇങ്ങനെ കൃഷിയാണേലും കപ്പയാണേലും എല്ലാം കാട്ടിക്കൂടി
ചെറിയ വഴികൾ, ഒരു കാല് വെക്കാൻ മാത്രം വഴി, ആ ഇരുവശവും കാട്. അന്നേരം അരിയുണ്ടോ അന്ന് അന്നേരം? അരി റേഷൻ. ആ തുണി എങ്ങനെയാണ് മേടിക്കല്? തുണിയും റേഷൻ. ആ ആണ്ടിൽ 2 പ്രാവശ്യം കേട്ടോ. ആ തുണി. ആ അത് ആണുങ്ങൾക്ക് ഷർട്ടിൻ്റെ തുണി, പെണ്ണുങ്ങൾക്ക് തുല്ലു തുണി എന്നും പറഞ്ഞ് ചാക്ക് പോലെ കൊടുക്കാതെ ഓർഡർ തുണി ചട്ടയ്ക്ക അങ്ങനെ. അപ്പം മേടിച്ചോണ്ട് വരുന്ന ആളാ. ആ അപ്പം ചട്ടയൊക്കെ ഇട്ട് തുടങ്ങിയത് എപ്പോഴാണ്? 12 വയസ്സായപ്പോൾ. അതുവരെ തോർത്താ? തോർത്ത് ചുറ്റി കൊടുക്കും. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം എത്ര പ്രായത്തിലായിരുന്നു? 17 വയസ്സിലാണ്. 17 വയസ്സ് വരെ നിർത്തിയല്ലേ? സാധാരണ 14, 13 കേൾക്കാം. 17 വയസ്സിലാണ് നടത്തിയേ? ആ അന്നേരം തിരുവമ്പാടിയിൽ നിന്ന് പിന്നെ ഇങ്ങ് കൊട്ടിയൂരേക്ക് വന്നത് എങ്ങനെയാണ്? തിരുവമ്പാടിയിൽ നിന്ന് പിന്നെ മൂത്ത ആങ്ങളെ ഇവിടെ വന്ന് സ്ഥലമെടുത്തു. അന്നേരം ഞങ്ങളോടും കൂടെ പോരാൻ പറഞ്ഞു. പാപ്പുവിൻ്റെ തായ. കല്യാണം എങ്ങനെയായിരുന്നു? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ നടന്നതാ? ഇഷ്ടമൊന്നുമില്ല. പിന്നെ അപ്പനില്ല, ആങ്ങളമാർക്കൊന്നുമില്ല. നീ പറഞ്ഞാൽ എങ്ങനെയും അങ്ങോട്ട് ജീവിച്ചു പോകാൻ വേണ്ടി ഒരു കല്യാണം.